എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. വഴിക്കടവ് ആനമറയിൽ കാട്ടാനാക്രമണത്തിൽ അടുക്കള തകർന്നവർക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും ആനശല്യം തടയാൻ സോളാർ തൂക്കുവേലി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ആരേടൻ ഷൗക്കത്ത് MLA. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ പുഞ്ചക്കൊല്ലി, കുമാരദാസൻ, മൊളയപ്പറമ്പിൽ സൈനബ എന്നിവരുടെ വീടിന്റെ അടുക്കള ഷെഡുകൾ തകർന്നിരുന്നു. നിങ്ങളിപ്പോ ഈ പണി ഇതിപ്പോ എത്ര നമുക്കിത് മുഴുവനായി തീർക്കാൻ എത്ര സമയം വേണം? നമുക്കിത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തീർക്കാൻ ആനപ്പിന്നെയും വന്നു. അപ്പൊ അതൊന്ന് പെട്ടെന്ന് തീർത്താലല്ലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, മറ്റേ കൊണ്ടോട്ടിയല്ലേ? അല്ല, അതിനകത്ത് ഞാൻ ചോദിച്ചു കോടതി പാലക്കാട് കൊണ്ടോട്ടി, മനസ്സിലായി. അപ്പൊ മോനെ ഇതൊന്നും പെട്ടെന്ന് തീർക്കണല്ലോ. അതെ, ഇന്ന് പണിക്കാർ പോയി എന്ന് പറഞ്ഞു. ഇന്ന് പണിക്കാർ വന്ന് മാടി. ആ ആ ആ ആരെ പണി ഉണ്ടായിരുന്നത്? അപ്പൊ ഇതിപ്പോ നമുക്ക് എത്ര മീറ്റർ ഉണ്ട് വർക്ക് ഇവിടെ? അപ്പൊ തിങ്കളാഴ്ച മുതൽ ചെയ്യാൻ വേണ്ടി പറയണം. ഒന്ന് ഈ ഭാഗം ആദ്യം തീർക്കാൻ പറയണം. ഇതെന്തോ 0.6 മാത്രമേ ഈ ഓഫീസിന്റെ അത് വഴി. ഇവരുടെ ഭക്ഷ്യവസ്തുക്കളടക്കം കാട്ടാനകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലമ്പൂർ നോർത്ത് DFO ദിനേശ് കുമാറുമായി MLA ചർച്ച നടത്തി. കാട്ടാനശല്യം തടയാൻ വനം ദ്രുതകർമ്മ സേനയുടെ രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കാനും നിർദ്ദേശം നൽകി. സോളാർ തൂക്കുവേലി നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത ഏജൻസിയുമായി MLA ബന്ധപ്പെട്ട് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും നിർദ്ദേശം നൽകി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മമ്ര, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, പഞ്ചായത്ത് അംഗം ഗോപിനാഥൻ, CU ഏലിയാസ്, സുനീർ മണൽപ്പാടം, PV മാത്യു, റജി കണ്ടത്തിൽ, മുജീബ് എരഞ്ഞിയിൽ, മാനു കോനാടൻ, ഗോപി ആനമറി, PK റജീബ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.